ഹലോ, നമ്മുടെ അടുത്ത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്തൊക്കെ രീതിയിൽ വെയർ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആട്ടോ നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വേണം നമ്മളടുത്ത് കോട്രോയ് ഫാബ്രിക്കിൽ വന്നൊരു സെറ്റ് ടൈപ്പ്, അത് ഹൈനെക്ക് ആയിട്ട് യൂസ് ചെയ്യുക, അതേപോലെ നോർമൽ കോളർ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. ഫീഡിങ് ഫ്രണ്ട്ലി ആണ്, മീഡിയം ടു ഡബിൾ എക്സൽ ആണ്. ഫസ്റ്റ് വൺ നമുക്കൊരു വൈറ്റ് എന്താ പറയുക, ഒരു മോം ഫിറ്റ് അല്ലെങ്കിൽ റെഗുലർ സ്ട്രൈറ്റ് പാൻ്റൊക്കെ യൂസ് ചെയ്തൊരു വൈറ്റ് ഷോളൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളി ഉണ്ടാവും കേട്ടോ. സെക്കൻഡ് വൺ കളർ മെറൂണിലേക്കാണ്. മെറൂണിൽ നമ്മൾ സെറ്റാക്കിയത് ഒരു പ്ലീറ്റഡ് സ്കേർട്ടാണ്. നല്ല അടിപൊളി പ്ലീറ്റഡിൽ വന്ന സ്കേർട്ട്. ഇതിനൊരു ബ്ലാക്ക് ഷോൾ കൂടിയൊക്കെ സെറ്റാക്കിയാലും അതും ഒരു രക്ഷയുണ്ടാവില്ല. നെക്സ്റ്റ് വൺ നമ്മൾ സെറ്റാക്കിയത് ഒരു എന്താ പറയുക, ഒരു ഓഫ് വൈറ്റ് കളർ. അതിന് നമ്മൾ സെറ്റാക്കിയത് ഡെനിമിൽ വരുന്നൊരു സ്കേർട്ടാണ്. ഇതിനും നല്ലൊരു ഷോളോ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഹൈനെക്കായിട്ട് യൂസ് ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നോർമൽ നെക്കായിട്ട് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഉണ്ടാവും കേട്ടോ. ലാസ്റ്റ് വണ്ണ് നമ്മളെടുത്തൊരു കളർ വന്നൊരു ബ്ലൂ, ഒരു സ്കൈ ബ്ലൂ കളേഴ്സിലേക്ക് വന്ന, സ്കൈ ബ്ലൂ അല്ലടോ, ആ കളറിലേക്ക് വന്നതാണ്. അപ്പം ഇതിന് സെറ്റാക്കി നമ്മളൊരു ഇമ്പോർട്ടറിൽ വന്നൊരു എന്താ പറയുക, ഒരു സ്കേർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഔട്ട്ഫിറ്റും കാണുന്ന സമയത്ത് അത്ര ഭംഗിയായിട്ടോ അല്ലെങ്കിൽ അത്ര തോന്നില്ല. ഒരു ഹാങ്ങറിൽ വേറെ ഇട്ട് കഴിഞ്ഞാൽ ആർക്കും അത്ര ഒരു ഇഷ്ടമായി എന്ന് വരില്ല. പക്ഷെ നമുക്കൊരു ഔട്ട്ഫിറ്റ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാച്ചിങ് അതിൻ്റെ ഷോളും അതേപോലെ ബോട്ടം ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഏത് ഔട്ട്ഫിറ്റ് ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. സോ ഇതൊക്കെ ഇങ്ങനെയാണ് നമ്മൾ സെറ്റാക്കിയത്. അപ്പോൾ വേണ്ടിയോലൊക്കെ DM ചെയ്താൽ മതി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ അപ്ഡേഷൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.